ഹലോ ഗൈസ്, ഇതൊരു ഇന്നോവ ക്രിസ്റ്റയാണ്. ഇതിന് AC കൂളിംഗ് ലോ ആയിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഇതിന് AC കുറച്ച് ഫ്ലോ കുറവുണ്ട്. അപ്പോൾ ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഫിൽറ്ററാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത് പാസഞ്ചർ സൈഡ് ഗ്ലോ ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ അയക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ലെഫ്റ്റും റൈറ്റും ഒരു ചെറിയ ലോക്ക് ഉണ്ടാവും. അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ലൂസ് ചെയ്തെടുക്കുക. എന്നതിൻ്റെ ശേഷം ഒരു ചെറിയ ആക്ച്വേറ്റർ മെക്കാനിസം ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പുൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീസാവും. ഗ്ലോ ബോക്സ് ജസ്റ്റ് ഒന്ന് താത്തി കഴിഞ്ഞാൽ ഫിൽറ്ററിൻ്റെ ഡോറ് കാണാം. ആ ഡോറിൻ്റെ ഒരു എൻഡിലായിട്ടാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് കൂളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു ക്ലോക്ക്ഡ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ് ഇതുള്ളത്. ഇതൊരു വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. ഇതിങ്ങനെ ഈ കളറും ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് അത് റീപ്ലേസ് സോൺ എടുത്തെത്തി എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു രീതിയിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ ഇതിലൂടെ ആയിരിക്കും എയർ ഫിൽറ്റർ ചെയ്തിട്ട് എത്തുക. അപ്പോൾ ഇത് നന്നായിട്ടൊരു ക്ലോക്ക്ഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ഫിൽട്രേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെയും വരും. പിന്നെ അതിൻ്റെ ഒരു എയറിൻ്റെ ഫ്ലോയും കുറയും, പിന്നെ കൂളിങ്ങും കുറയും, എല്ലാം കുറയും. അപ്പോൾ ഇത് മെയിൻ ഒരു ഘടകമാണ് നമ്മൾ ACയുടെ ഫങ്ഷനിങ്ങിൽ. ഫിൽറ്ററിൻ്റെ കമ്പനികൾക്കനുസരിച്ച് ഫിൽറ്ററിൻ്റെ വിലകൾ മാറാറുണ്ട്. 300 മുതൽ 500 രൂപ വരെയാണ് ഫിൽറ്ററിൻ്റെ വില വരുന്നത്. എയർ കണ്ടീഷണർ ഫിൽറ്റർ ചേഞ്ച് ഇൻ്റർവെല്ലിൽ വരുന്നത് 2 വർഷമോ അല്ലെങ്കിൽ 20,000 കിലോമീറ്ററിലോ മാറണമെന്നാണ്. ഇത് മാറാണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായ ഫിൽറ്ററിങ് നടക്കാണ്ട് ഈ പൊടിയായിട്ടുള്ള എയർ വന്നിട്ട് 1-2 സെൻസേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് സെൻസർ ഉണ്ട്. ആ സെൻസറിലെല്ലാം പറ്റി പിടിച്ചിട്ട് റോങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ECMന് കളക്ട് ആവുക. അപ്പോൾ കൂളിങ്ങിന് അത് എഫക്റ്റ് ചെയ്യും. പിന്നെ കട്ട് ഓഫിൻ്റെ സ്വിച്ചിങ് വേരി ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എവാപ്പറേറ്ററിൽ ഇത് വന്നിട്ട് ക്ലോക്ക്ഡ് ആകാനുള്ള അവസ്ഥ വരും. പിന്നെ അത് പൊടിയാനൊക്കെ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ലൈഫ് തന്നെ ഇത് കാരണം മാറും. ആക്ച്വേറ്റർ മെക്കാനിസം കണക്ട് ചെയ്തതിൻ്റെ ശേഷം ഗ്ലോ ബോക്സിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന ലോക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ക്ലോക്ക് വൈസിൽ ടൈറ്റ് ചെയ്താൽ അത് ലോക്കാവും. ഓക്കെ ഗൈസ്, അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കൂളിങ്ങിലും ACയുടെ ഫ്ലോയിലും നല്ല വ്യത്യാസമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.